ഞാൻ താങ്കളിലേക്ക് വരാം. ഫാദർ ജോൺ ജോസഫ് സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഫാദർ ഈ സൂചിപ്പിക്കുന്ന പോലെ സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാനിരതമായ സമയമാണ്. ലോകമെമ്പാടുമുള്ള സഭാവിശ്വാസികൾ കാത്തിരിക്കുന്ന നിമിഷം. ഇനിയിപ്പോൾ 5-10 മിനിറ്റ് മാത്രമേ ആ ചടങ്ങിലേക്ക് കടക്കാനുള്ളൂ. എത്രത്തോളം പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്? പുതിയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ അത് സഭയ്ക്ക് എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്? തീർച്ചയായിട്ടും പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ്. ഏതാനും സമയങ്ങൾക്ക് ഉള്ളിൽ തന്നെ പരിശുദ്ധ സഭയ്ക്ക് പുതിയൊരു ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ ദൈവം സമ്മാനമായി ഞങ്ങൾക്ക് തരുന്നു. പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ വിടവാങ്ങൽ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പരിശുദ്ധ പിതാവിൻ്റെ വേർപാടിന് ശേഷം ആരായിരിക്കും പരിശുദ്ധ സഭയെ നയിക്കുന്നത് ആരായിരിക്കുമെന്നുള്ളതായ ചിന്തയിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പേര് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത എന്നുള്ളതായിരുന്നു. കാരണം ഗ്രിഗോറിയോസ് തിരുമേനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രിയപ്പെട്ടവനാണ്. ഈ സഭയുടെ പ്രതിസന്ധിയിൽ ധീരമായി ഈ സഭയെ നയിക്കുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് അഭിവന്യ തിരുമേനി. അഭിവന്യ തിരുമേനിയുടെ വിനയം, എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു മനസ്സ്, എല്ലാവരോടുമുള്ളതായ വിനയം, കരുണ, ഇതൊക്കെ അഭിവന്യ തിരുമേനിയിൽ നിന്ന് പ്രത്യേകം രുചിച്ചറിയേണ്ടതാണ്. കാരണം ഈ സഭാമക്കൾക്ക് അങ്ങനെയുള്ളതായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ആരായിരിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ വേറെ ആരുടെയും പേരുണ്ടായിരുന്നില്ല. അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനി തന്നെ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. മാത്രവുമല്ല, പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ പിൻഗാമിയായിട്ട് അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനി വരണം എന്നുള്ളത്. അത് ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടു. ദൈവം ഈ സഭയ്ക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനായ ഗ്രിഗോറിയോസ് തിരുമേനിയെ ശ്രേഷ്ഠ കാതോലിക്കയാക്കി തരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ. 30-ാം തീയതി ശ്രേഷ്ഠ ഭാവിയായി കേരളത്തിൽ അദ്ദേഹം എത്തിച്ചേരുമ്പോൾ എയർപോർട്ട് മുതൽ വലിയൊരു സ്വീകരണമാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് തന്നെ സഭയുടെ മെത്രാപ്പോലിത്തന്മാരും സഭയുടെ ഭാരവാഹികളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ഉള്ളതായ ആളുകൾ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിച്ച് അനേകായിരം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഞങ്ങൾ പാത്രിയാർക്കാ സെൻറ്ററിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് തൻ്റെ മുൻഗാമിയായിരുന്ന, തന്നെ ഏറെ സ്നേഹിച്ച, തന്നെ ഏറെ കരുതിയിരുന്ന പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ കബറിങ്കൽ ധൂപം അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ ചടങ്ങ്. അതിനുശേഷമാണ് സിന്ത്രോണീസോ ശുശ്രൂഷയും പൊതുസമ്മേളനവും ഒക്കെ നടക്കുന്നത്. ഈ നിമിഷങ്ങൾ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പാത്രിയാർക്കാ സെൻറ്ററിൻ്റെ പരിസരവും ഒക്കെ ഞങ്ങൾ ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് പുതിയ ഭാവിയെ വരവേൽക്കുവാനായിട്ട്. അത്രമാത്രം സന്തോഷത്തിലാണ് പരിശുദ്ധ സഭ. ഞങ്ങളുടെ വിവിധ ദേവാലയങ്ങളിൽ ഒക്കെ തന്നെ വലിയ ബിഗ് സ്ക്രീൻ വച്ച് ഈ ലൈവ് കാണാനായിട്ട് വിശ്വാസികളൊക്കെ എല്ലാ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു. ഈ അദ്ദേഹം ശ്രേഷ്ഠ കാതോലിക്കയായി ഈ മാറുന്നതായ ആ നിമിഷത്തിൽ ദേവാലയങ്ങളിൽ പള്ളിമണിയടിച്ചും മധുരം പങ്കിട്ടും ഒക്കെ ഞങ്ങൾ ആ സന്തോഷം ഇന്ന് പ്രകടിപ്പിക്കുന്ന സമയമാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ അതിൽ പങ്കുകൊള്ളാനുള്ളതായ വലിയ ആവേശത്തിലാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായും ന്യൂസ് 18 പ്രേക്ഷകരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം അതിഥികളും തുടരുക തന്നെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്താം. ഒപ്പം അതിഥികളിലേക്കും ഇടവേളയ്ക്ക് ശേഷം.